ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് പറയാൻ വന്നിരിക്കുന്ന വിഷയം നമ്മുടെ പുലാസിൻ്റെ വിശേഷങ്ങളാണ്. എൻ്റെ ഫോട്ടോയിലൊക്കെ തന്നെ കാണുന്ന ഒരു പടമാണ് പുലാസിൻ്റെ പടം. ഇതിനോടകം ഞാൻ പുലാസിൻ്റെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഈ പ്രാവശ്യം എനിക്ക് ഇപ്പം 3 കൊല്ലമായിട്ട് ഇത് കായ്ക്കുന്നുണ്ട്. ഇപ്പം 3ാമത്തെ കൊല്ലം ഇപ്പം കായ്ച്ചപ്പോൾ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. ഇതുണ്ടോ, നിറച്ച് കായാണ്. നോക്കി ഇവിടെയല്ല, ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ അടുക്കളയിലെ വേസ്റ്റ്, അതാകുമ്പോൾ എല്ലാ മൈക്രോ ന്യൂട്രിയൻസും എല്ലാം അടങ്ങിയ വേസ്റ്റാണ്. നമ്മുടെ അടുക്കളയിലെ തൊലികൾ, സവാളയുടെ തൊലി, പഴത്തിൻ്റെ തൊലി, തണ്ണിമത്തൻ്റെ തൊലി, അങ്ങനെ ഉള്ളിയുടെ തൊലി, അങ്ങനെ ഇതെല്ലാം ഇതുകൂട്ട് വേസ്റ്റുകളെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ആണെന്ന് എനിക്കറിയത്തില്ല, കാലാവസ്ഥ അനുഭവിച്ച്. ഇപ്രാവശ്യം വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ കായ്ഫലം, അതായത് പേടുകായ ഉണ്ടാകുന്നു. പേടുക എന്ന് പറഞ്ഞാൽ അകത്തൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. നമ്മുടെ റംബുട്ടാൻ്റെയൊക്കെ ആ തൊണ്ടിനകത്ത് ഒന്നും ഇല്ലാത്തൊരവസ്ഥ എന്തായിരിക്കും, അതാണ് സംഭവം. അതാണ് പേടുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വാട്ടർ സ്പ്രേ ചെയ്ത്, ഇത് പൂവുണ്ടാകുന്ന സമയത്ത് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഒന്നും ചെയ്തില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇപ്രാവശ്യം പൂവുണ്ടായി ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്രാവശ്യമാണ് ഏറ്റവും കൂടുതൽ നല്ല കായകൾ ഒത്തിരി കിട്ടി എനിക്ക്. ഞാൻ ഓൾറെഡി ആ ഭാഗത്തോട്ടൊക്കെ കിടപ്പുണ്ട്, ഇഷ്ടംപോലെ കിടപ്പുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാം. ആ ഭാഗത്തെയല്ല ഞാൻ അത്യാവശ്യം പറിച്ച് ഇടയ്ക്ക് ഒത്തിരി, അതായത് സ്റ്റെപ്പിലിരിക്കുമ്പോൾ ഞാൻ സ്റ്റെപ്പിലോട്ട്, എൻ്റെ വീട്ടോട് കയറുന്ന സ്റ്റെപ്പാണ്. അപ്പോൾ ആ സ്റ്റെപ്പിൻ്റെ സൈഡിലായിട്ട് തന്നെ ആയതുകൊണ്ട് ഞാൻ ഒരുപാട് അത്യാവശ്യം പഴുത്തമൊക്കെ ഞാൻ കുറേ പറിച്ചിട്ടുണ്ട്. ഒരു 10-15 കായ് ഇപ്പോൾ ഓൾറെഡി ഞാൻ പറിച്ച് കഴിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ബാക്കിയാണ് ഈ കിടക്കുന്നത് മൊത്തം. ഇതുണ്ട്, ഈ കിടക്കുന്നത് നോക്കി എൻ്റെ ഏരിയയാണ്. ഈ സൈഡിലത്തെ ഇച്ചിരി പുല്ല് പിടിച്ച് കിടക്കുവായിരുന്നു, അതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല എനിക്ക്. അപ്പോൾ ഇത്രയും ഇത് ഉണ്ടാകുന്നത് ഞാൻ തന്നെ ഇപ്പോഴാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ചുണ്ടെന്ന് ഞാൻ കണ്ടായിരുന്നു, പക്ഷേ ഇത്രയും ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പം ഇപ്രാവശ്യം എന്തായാലും ഞാൻ പറിച്ചതെല്ലാം തന്നെ ഒരു കുറച്ച് 1-2 എണ്ണം ഒഴികെ ബാക്കി എല്ലാം തന്നെ നല്ല കായകളാണ്, അതായത് അകത്ത് കണ്ടന്റുള്ള കായകളായിരുന്നു. അപ്പം എനിക്കിപ്പം മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പുലാസിൻ്റെ കേസിൽ വർഷങ്ങൾ കഴിയും തോറും ഇത് ബെറ്ററായി വരുന്നുണ്ട്. അതെനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. ഇപ്പോൾ ഇവിടെ നല്ല കൊതുകുണ്ട്. എനിക്ക് മനസ്സിലായ കാര്യം, വർഷങ്ങൾ കഴിയും തോറും പുലാസിൻ്റെ കായ്ഫലം നമ്മളൊന്നും ചെയ്യാതെ തന്നെ അത് ബെറ്ററായി വരുന്നുണ്ട്. പിന്നെ വളം നന്നായിട്ട് ചെയ്ത് കൊടുത്താൽ അതിനനുസരിച്ച് ഗുണമുണ്ടാകും കേട്ടോ. പക്ഷേ എനിക്ക് അതിൻ്റെയും റിസൾട്ടുണ്ട്. ഞാൻ വളം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളം എന്ന് പറഞ്ഞാൽ ജൈവമാലിന്യങ്ങളാണ് ചെയ്ത് വെക്കുന്നത്. അത് 2-3 പ്രാവശ്യം ഞാൻ ചോട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ പൂവിട്ട് കഴിഞ്ഞിട്ട് ആ സമയത്തൊക്കെ. അപ്പോൾ അതിൻ്റെയും ഗുണമുണ്ട്. എന്നാലും നോക്കണം എൻ്റെ ഏരിയയാണെന്നുള്ളത്. ഇതൊക്കെ എന്താ പൊന്നെ, നിറച്ച് കായാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം പറിക്കാനുണ്ട്. പറിച്ച് ഞാൻ ഇതിൻ്റെ അകത്തൊക്കെ പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. കണ്ടിച്ചെടുക്കുവാണ്. ഇത് കണ്ടോ, ഇപ്പോൾ പറിച്ചിട്ടേക്കുന്ന കായകൾ ഇത് ഏകദേശം 1-2 കിലോ അടുത്തുണ്ട് എന്നാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ കമ്പിൻ്റെ വെയിറ്റ് കൂടെ ഉണ്ട്. എന്നാലും ജസ്റ്റ് കമ്പ് കൂട്ടി പറിച്ചതാണ്, കുറേ ആയിട്ട് പറിച്ചതാണ്. ഇപ്പോൾ ഏകദേശം ഇത്രയും നല്ല മൂട് വന്നിട്ട് ഇനിയും കിടപ്പുണ്ട്, കുറച്ചുകൂടെ കിടപ്പുണ്ട്. അത് ഞാൻ ആരെങ്കിലും വന്നാൽ ഒന്ന് കാണാനും കിടന്നോട്ടെന്ന് വിചാരിച്ച് കിടത്തേക്കുന്നത്. ഇത്
പറിച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പ്രൂൺ ചെയ്യണം. ഇതിൻ്റെ ശിഖരങ്ങളെല്ലാം നന്നായിട്ട് പ്രൂൺ ചെയ്യണം. എന്നാലും അടുത്ത വർഷം നന്നായിട്ട് കായ്ഫലമുണ്ടാകും. ഞാൻ കഴിഞ്ഞ വർഷം പ്രൂൺ ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ അതിന് മുമ്പത്തെ വർഷമൊക്കെ ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ വർഷം പ്രൂൺ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇത് പിന്നെ അത്ര വലിയ മരമല്ല, ചെറിയ മരമായതുകൊണ്ടും കുഴപ്പമില്ല. പക്ഷേ ഇനിയിപ്പോൾ അത് പ്രൂൺ ചെയ്ത് ഒതുക്കി നിർത്തണം. അപ്പം പറിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ പ്രൂൺ ചെയ്യണം. പക്ഷേ ഞാനിപ്പം കുറച്ച് റംബുട്ടാൻ തൈകൾ എൻ്റെ വീഡിയോ കുടത്തൈ ഉണ്ടാക്കുന്ന വീഡിയോക്കകത്ത് കുറച്ച് റംബുട്ടാൻ തൈകൾ ഞാൻ ഉണ്ടാക്കി കുടത്തൈയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഈ പുലാസം ബഡ് ചെയ്തെടുത്ത് പുലാസിൻ്റെ തൈകൾ ഉണ്ടാക്കാനാണ് ഞാൻ പദ്ധതി ഇടുന്നത്. അപ്പം അതുകൊണ്ട് കുറച്ച് മൊത്തം കട്ട് ചെയ്യുന്നില്ല, കാരണം അതിൻ്റെ മുകളങ്ങളെടുത്ത് നമുക്ക് ബഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി റംബുട്ടാനും പുലാസിനും ഓരോ ഫാമിലി ആയതുകൊണ്ട് നമുക്ക് ബഡ് ചെയ്യാൻ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ പ്ലാൻ ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പം അത് കംപ്ലീറ്റ് കട്ട് ചെയ്ത് ഈ വീഡിയോയിൽ കാണിക്കാത്തത്. പക്ഷേ ഇത് പറിക്കുമ്പോൾ തന്നെ അത് കംപ്ലീറ്റ് കട്ട് ചെയ്ത് കളയേണ്ടതാണ്. കുറച്ചും കൂടെ കയറ്റി നന്നായിട്ട് കട്ട് ചെയ്ത് കളയേണ്ടതാണ്. പിന്നെ അത്രയും കട്ട് ചെയ്തിട്ടില്ല, കുറച്ച് നിർത്തിയിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇത് കണ്ടോ, ഇതാണ് നന്നായിട്ട് പഴുത്ത ഒരു പുലാസിൻ്റെ ഒരു കൊല എന്ന് പറയുന്നത്. നന്നായിട്ട് പഴുത്ത, ഇതിൻ്റെ കളർ നോക്കിയേ. ഈ കളർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല റെഡിഷ് ബ്രൗൺ കളറിലോട്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ. പക്ഷേ ഇത് നോക്കിയേ, ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പച്ച നിറം മാറി വരുന്നതുണ്ട്. ഈ പച്ച നിറം മാറി വരുന്നത് അത് ആയി വരുന്നേ ഉള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കണ്ടോ, ഇതിൻ്റെ മിക്കതിൻ്റെയും കൂട്ടത്തിൽ ചെറിയൊരു കുഞ്ഞിക്ക പോലെ കാണും. ഇതിൻ്റെ അകത്തൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അത് ചുമ്മാ പറിച്ച് കളയാം. ഇതിൻ്റെ അകത്തൊന്നും ഉണ്ടാകത്തില്ല. ഇതുണ്ട്, ഇതിനകത്തൊക്കെ നല്ല വിസിബിളായിട്ട് നല്ല ക്ലിയർ ആയിട്ട് തന്നെയുണ്ട്. ഇത് കണ്ടോ, ഒരു ചെറിയ കുഞ്ഞ്. അത് അതിൻ്റെ അകത്ത് എന്താ പറയുക, പരാഗണം നടക്കാതെ പോയതോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. ഇത് ഒന്നും ഉണ്ടാകത്തില്ല ഇതിനകത്ത്. ഈ പച്ചയായിട്ട് തന്നെ കിടക്കും ഇങ്ങനെ. ബാക്കി ഇതൊക്കെ നന്നായിട്ട് മൂത്തതാണ്, അത്യാവശ്യം നന്നായിട്ട് മൂത്താണ്. ഇതൊക്കെയാണ് ഏറ്റവും ഇത് നോക്കി, ഇതിൻ്റെ കളർ നോക്കി, നല്ല ഒരു ഡാർക്ക് റെഡ് കളറിലോട്ട് വരും. അതാണ് ഏറ്റവും നന്നായിട്ട് മൂത്തത്. ഈ കൊല പെർഫെക്റ്റ് കൊലയാണ്. ഈ കൊല അത്യാവശ്യം നന്നായിട്ട് കായ്ഫലം ഉണ്ടായിട്ടുണ്ട്. അത് നന്നായിട്ട് മൂത്തിട്ടുമുണ്ട്. ബാക്കി ചെറിയൊരു ആദ്യം പച്ചയായിരിക്കും, പിന്നെ അത് നന്നായിട്ട് ചുമന്ന് വരും. ഒരു പച്ചയും ചുമന്നും കൂടെ ചേർന്നൊരു കളർ വരും. പിന്നെ അത് ചുവപ്പാവും. പിന്നെ ആ ചുവപ്പ് നന്നായിട്ട് നമ്മുടെ ഈ കയ്യിലൊക്കെ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കളറുണ്ടല്ലോ, ആ റെഡ് കളറിലോട്ട് വരും. അതിനുശേഷം ഓറഞ്ചിഷ് റെഡ് കളർ. അതിന് ശേഷമാണ് കടും റെഡിൻ്റെ ഒരു കളർ, റെഡ് വൈൻ്റെ ഒക്കെ ഒരു കളറിലോട്ട് വരുന്നത്. ആ സമയത്താണ് നന്നായിട്ട് പഴുത്തത്. അപ്പോൾ നമുക്ക് ധൈര്യം അതിന് മുമ്പും പറിക്കാൻ കേട്ടോ. പറിച്ച് തിന്നാൽ കുഴപ്പമൊന്നുമില്ല. പച്ച മാറുമ്പോൾ തന്നെ നമുക്ക് പറിച്ച് തിന്നാൻ കുഴപ്പമൊന്നുമില്ല. ഇതുണ്ടോ, ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഴുത്താണ്. ഇതെങ്ങനെയാണ് ഇത് റംബുട്ടാനൊക്കെയാണ് നമ്മൾ കടിച്ചോപ്പൺ, ചുമ്മാ ഇങ്ങനെ തിരിച്ചാലൊന്നും ഓപ്പൺ ആകത്തില്ല. ഇതൊന്ന് പുലാസൻ എന്ന് പറഞ്ഞ ഈ പഴത്തിൻ്റെ പേര് തന്നെ പുലാസ്, ട്വിസ്റ്റ് ഓപ്പൺ. പുലാസിൻ്റെ പേരിൻ്റെ മീനിങ് തന്നെ ട്വിസ്റ്റ് ഓപ്പൺ, അതായത് തിരിച്ച് തുറക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഫിലിപ്പീൻസ് ഭാഷയിലോ മലേഷ്യ ഭാഷ കറക്റ്റ് എനിക്കറിയത്തില്ല, ആ ഭാഷയിലുള്ള വാക്കിൻ്റെ അർത്ഥം അതാണ്. അതായത് റംബുട്ടാനൊക്കെയാണ് നമ്മൾ തിരിച്ചാൽ അത് അങ്ങനെ തുറന്ന് വരത്തില്ല. അങ്ങനെ നമുക്കത് കടിച്ചല്ലെങ്കിൽ കണ്ടിച്ച് കത്രിക വെച്ച് അല്ലെങ്കിൽ കത്തി വെച്ച് കടിച്ചെടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മളിവിടെയൊക്കെ ലോക്കലി നമ്മൾ വാവച്ച് കടിച്ചെടുക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ വാവച്ച് കടിക്കേണ്ട ഒരു ആവശ്യമില്ല. അത്യാവശ്യം റംബുട്ടാനേക്കാൾ ഇതിന് വലിപ്പം നന്നിട്ടുണ്ട്. റംബുട്ടാനേക്കാൾ വലിപ്പമുണ്ട്, അതുപോലെ അകത്ത് കണ്ടൻറ്റും കൂടുതലുണ്ട്. ഇത് ജസ്റ്റ് ഇങ്ങനെ. പിന്നെ വേറൊരു പ്രത്യേകത, റംബുട്ടാനെ നമ്മൾ വലയിട്ട് സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. ഇതും വലയിട്ട് സംരക്ഷിക്കണം. പക്ഷേ റംബുട്ടാൻ്റെ അത്രയും ആക്രമണം ഇതിനുണ്ടാകാൻ സാധ്യത കുറച്ചും കൂടെ കുറവാണ്. കാരണം ഇതിന് പുറന്തോടിന് അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, നല്ല ബലമുണ്ട്. മറ്റേതിന് അത്ര ഒരു സോഫ്റ്റും ചെറുതുമല്ല. ഇത് അത്യാവശ്യം വലുതും നല്ല ബലമുള്ളതുമാണ്. ഇതിൻ്റെ മുള്ളും അത്യാവശ്യം ഷാർപ്പാണ്. മറ്റേത് നമുക്ക് മുള്ളല്ല, ഒരു നാര് പോലെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ കുപ്പിയുടെ അടപ്പ് തിരിക്കുകയല്ലേ, അതുപോലെ ട്വിസ്റ്റ് ഓപ്പൺ. അതാണ് അതിൻ്റെ ആ പേരിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് അങ്ങോട്ട് ഇങ്ങനെ കുപ്പിയുടെ അടപ്പ് തുറക്കുന്ന പോലെ അങ്ങനെ തിരിച്ചാൽ മതി. തിരിച്ച് കഴിയുമ്പോൾ കണ്ടോ, ഇത് നന്നായിട്ട് പഴുത്താണ്. അതുകൊണ്ട് അതിൻ്റെ അകത്തുനിന്ന് തേൻതുള്ളികൾ വരുന്നുണ്ട്. ഒരു തേൻതുള്ളികൾ വരുന്നുണ്ട്. എൻ്റെ കയ്യിൽ അതിൻ്റെ കറ പോലെ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ തേൻതുള്ളികൾ വരുന്ന പോലെ രീതിയിൽ നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ ഈ ഇതുണ്ട്, അതിൻ്റെ അകത്ത് ഒലിക്കുന്നുണ്ട്. ഇത് കണ്ടോ, അതിൻ്റെ തേൻതുള്ളികൾ ഒലിക്കുന്നുണ്ട്. അത് നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ ആ സ്റ്റൈലോട്ട് വരുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും വരത്തില്ല, ഒരു ഡ്രൈ ആയിട്ടിരിക്കും. എന്നാലും കുഴപ്പമില്ല. ഈ ചുമല നിറം തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അങ്ങനെ കുഴപ്പമില്ല, കഴിക്കാൻ കുഴപ്പമില്ല, മധുരം ഉണ്ടാവും. അത് മധുരമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഈ മഴ ആയതുകൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല. ഇപ്പം മഴയുള്ള സമയമാണ്. മഴ ആയതുകൊണ്ടൊന്നും മധുരത്തിന് കുറവോ കൂടുതലോ ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല.
എടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗം കണ്ടു. ഇതിന് നല്ല അത്യാവശ്യം ഈ ഭാഗത്തിനൊക്കെ അത്യാവശ്യം കട്ടിയുണ്ട്. റംബൂട്ടാൻ പോലെ സോഫ്റ്റ് അല്ല, ഇച്ചിരി കൂടെ കട്ടിയുള്ള പോലെയാണ് തോന്നുന്നത്. അതായത് അണ്ണാനൊക്കെ വന്ന് കടിച്ചെടുക്കാൻ ഇത്തിരി പാടായിരിക്കും കമ്പയർ ചെയ്യുമ്പോൾ. എന്നാലും ആക്രമണമൊക്കെ ഉണ്ടാകും കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് കണ്ടോ, അത്യാവശ്യം കട്ടിയുണ്ട് പുറന്തോടിനൊക്കെ. റംബൂട്ടാൻ N18 അപേക്ഷിച്ച് ഇതിൻ്റെ കുരുവിൻ്റെ വലിപ്പവും വലുതാണ്. കണ്ടനുമുണ്ട്, കുരുവിൻ്റെ വലിപ്പവും ഉണ്ട്. റംബൂട്ടാൻ്റെ N18 കുരു എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെ ചെറുത് നീളമുള്ളൊരു കുരു. ഇത് നല്ല ഒരു റൗണ്ടിൽ വണ്ണമുള്ളൊരു കുരു. പക്ഷേ കായ്ക്കും അത്രയും തന്നെ വലിപ്പം വരുന്നുണ്ട്. ഇതിൻ്റെ കുരു കഴിക്കാൻ പറ്റുന്നുണ്ട്, ബദാം പോലെയാണെന്നൊക്കെ പറയുന്നത്. അത് അത്ര ഇതാന്ന് തോന്നുന്നില്ല. ഇനി ചുട്ടൊക്കെ കഴിച്ചാൽ, അതായത് നമ്മൾ ചക്കക്കുരുവൊക്കെ വറുത്ത് കഴിക്കുന്ന പോലെ അങ്ങനെയൊക്കെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല. പക്ഷേ നോർമലി കഴിക്കുമ്പം ഒരു ചവർപ്പ് തന്നെയാണുള്ളത്. കുരു കഴിക്കാൻ പറ്റുമെന്നുള്ളത് പല ആൾക്കാരും ഈ പുലാസിൻ്റെ ചെയ്യുമ്പോൾ ആരൊക്കെയോ പറഞ്ഞത് അതേപടി ഫോളോ ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അങ്ങനെ കുരു കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അത് ഞാൻ പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. അപ്പം നന്നായിട്ട് ടേസ്റ്റുള്ള ഒരു പഴമാണ്. ഇതിൻ്റെ കുരു നമുക്ക് പാകി മുളപ്പിക്കാം കേട്ടോ. ഇത് കുരു മുളപ്പിച്ച് നമുക്ക് അടുത്ത തൈകൾ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ വേറൊരു പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ കുരു മുളച്ചാൽ കിട്ടുന്നത് ആൺമരമാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതും റംബൂട്ടാൻ പോലെ തന്നെ ആൺ പെൺ മരങ്ങളുള്ള ഒരു മരമാണ്, ഒരു പ്ലാന്റ് സ്പീഷീസാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ കുരു മുളച്ചുണ്ടാകുന്നത് ആണാണോ പെണ്ണാണോ എന്നുള്ളത് പ്രശ്നമുണ്ടാകും. അതുകൊണ്ടാണ് നല്ല നഴ്സറികൾ, റെപ്യൂട്ടഡ് നഴ്സറികളിൽ നിന്ന് തൈകൾ വാങ്ങണമെന്നും പറയുന്നത്, അല്ലെങ്കിൽ കർഷകരുടെ അടുത്ത് നിന്ന് തൈകൾ വാങ്ങണമെന്നും പറയുന്നത്. അതുപോലെ തന്നെ ആ ബഡ് തൈകൾ തന്നെ വാങ്ങണമെന്നും പറയുന്നത്. കാരണം ബഡ് തൈ ആയാലേ നമുക്കത് 100% വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് തിരുവനന്തപുരം സൈഡിലൊക്കെ റംബൂട്ടാനെ വരിക്കുക കൂടാന്നൊക്കെ പറയുന്നത്. അതായത് കുരുവിൽ നിന്ന് നന്നായിട്ട് അടർന്നു പോകുന്നത് വരിക്കുകയും കുരുവിൽ നിന്ന് അടർന്നു പോകാതെ ഇങ്ങനെ ഇരിക്കുന്നത് കൂഴയെന്നൊക്കെ. പക്ഷേ അങ്ങനെ ഒരു സംഭവമേ ഇതിൻ്റെ അകത്തൊന്നും ഇല്ല. അതൊക്കെ പറഞ്ഞാൽ ഈ കുരു മുളച്ചുണ്ടാകുന്നത് പല വെറൈറ്റി ഉണ്ട്. കുരു മുളച്ചുണ്ടാകുന്ന ലോക്കൽ വെറൈറ്റികളാണ് ഈ കൂഴ എന്ന് പറഞ്ഞാൽ. കുരുവിൽ നിന്ന് വിട്ടു പോകാത്ത രീതിയിൽ നന്നായിട്ട് ബഡ് തൈകളെല്ലാം കുരുവിൽ നിന്ന് നന്നായിട്ട് ദശ വിട്ടുപോയി നമുക്ക് കഴിക്കാൻ നല്ല കുഴപ്പമില്ലാതെ കഴിക്കാൻ പറ്റുന്ന വെറൈറ്റികളാണ്. അതുകൊണ്ടാണ് ബഡ് തൈകൾ എപ്പോഴും സെലക്ട് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. എന്ന് വെച്ചാൽ ബഡ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ നോക്കണം. കർഷകരാണെങ്കിൽ ഏറ്റവും ബെറ്റർ, അല്ലെങ്കിൽ നല്ല നഴ്സറികളിലാണെങ്കിൽ ബെറ്റർ. ഇപ്പം ഈ പുലാസിൻ്റെ തൈക്ക് ഞാനിപ്പം നഴ്സറി ചോദിച്ചപ്പോൾ ഏകദേശം 600 രൂപയൊക്കെ വില വരുന്നുണ്ട്. സാധാരണ നഴ്സറികളിലൊക്കെ 600-ന് മുകളിലോട്ടും വില വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വിലയുള്ള ഒരു പ്ലാന്റാണ്. ഇപ്പം റംബൂട്ടാൻ്റെ അത്രയും സ്പ്രെഡ് ആയിട്ടില്ല. ഇവിടെ പോലും റംബൂട്ടാൻ്റെ അത്രയും സ്പ്രെഡ് ആയിട്ടില്ല. ഈ പ്രദേശത്ത്, ഈ കോട്ടയം പാലാ പ്രദേശത്തൊക്കെ അത്യാവശ്യം എല്ലാ വീടുകളിലും തന്നെ, ഇപ്പോൾ പണ്ടൊക്കെ മാവാണ് ഒരു വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാ വീട്ടിലും തന്നെ ഒരു റംബൂട്ടാനുണ്ട്. പക്ഷേ ഇത് പുലാസിന് അത്രയും പ്രചാരണം ആയിട്ടില്ല. എന്നാലും നല്ലൊരു ഫ്രൂട്ടാണ്, വളരെ നല്ലൊരു ഫ്രൂട്ടാണ്. ഇത് ഇപ്പം ആൾക്കാർ വെച്ച് തുടങ്ങുന്നുണ്ട്. റംബൂട്ടാൻ്റെ അത്രയും ആയിട്ടില്ല. അത്രയും എന്താ പറയുക, വ്യവസായ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നം, ഈ പേടുകാട് പ്രശ്നം ഉള്ളതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ. പിന്നെ ആൾക്കാർ അറിഞ്ഞു വരുന്നതിൻ്റെ പ്രശ്നവും കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടാണ് ഇപ്പം ഇത് അധികം നമ്മുടെ പുലാസിന് അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയേക്കുന്നത്. ഇനി വരും വർഷങ്ങളിൽ ശ്രദ്ധിക്കപ്പെടാൻ ചില ആൾക്കാരൊക്കെ ഇപ്പം കൊമേഴ്ഷ്യലായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നല്ലൊരു ഫ്രൂട്ടാണ്. ഇപ്പം എന്തായാലും ഒരു വീട്ടിൽ വെക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ടാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ റംബൂട്ടാൻ്റെ അത്രയും വലിയ ഇലയല്ല, കുഞ്ഞ ഇലയാണിത്. റംബൂട്ടാൻ്റെ ഇലയുമായിട്ട് നല്ല സാദൃശ്യമുള്ള ഇലയാണിത്. പക്ഷേ റംബൂട്ടാൻ്റെ ഇല ഇതിലും നല്ല വലുപ്പം വയ്ക്കും. എന്നുവെച്ചാൽ റംബൂട്ടാൻ്റെ തൈയുടെയൊക്കെ ഇല ചിലപ്പോൾ ഇതുമായിട്ട് സിമിലർ ആയിരിക്കും. പക്ഷേ റംബൂട്ടാൻ അത്യാവശ്യം വലിയൊരു മരത്തിൻ്റെ ഒരു 3 വർഷമായ 4 വർഷമായ ഇതുണ്ടോ. ഈ മരം തന്നെയാണെങ്കിലും 3 വർഷം 4 വർഷമായിട്ടും വളർച്ചയും കുറച്ച് കുറവാണ്. നമ്മൾ പ്രൂൺ ചെയ്തെന്ന് പറഞ്ഞാലും അതിനേക്കാളും കുറച്ചും കൂടെ വളർച്ച റംബൂട്ടാന് ചിലപ്പം പ്രൂൺ ചെയ്തെന്ന് പറഞ്ഞാൽ നന്നായിട്ട് കുറച്ചും കൂടെ വളർന്ന് കയറാനുള്ള ടെൻഡൻസി കൂടുതലായി ഇതിനേക്കാളും. ഇത് അത്രയും വളരുന്നില്ല. ഇതിൻ്റെ ഇലയും കുറച്ച് ചെറുതാണ്. നമുക്ക് റംബൂട്ടാൻ വെക്കുന്ന അത്രയും സ്പേസിൽ വേണമെങ്കിൽ രണ്ട് ഇതുകൂടി പുലാസൻ ചെടികൾ വെക്കാൻ പറ്റും സുഖമായിട്ട്. ഞാൻ പറഞ്ഞത് ഒരു ഇയർ വൈസ് ആയിട്ടുള്ള വളർച്ചയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് വലിയ മരം ആവുകയെന്ന് ഞാൻ പറയുന്നില്ല. വലിയ മരം ആയത് ഞാൻ കണ്ടിട്ടുണ്ട്, നഴ്സറികളിൽ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പം കർഷകരുടെ അടുത്തും കണ്ടിട്ടുണ്ട്. വലിയ മരം ആകുന്നുണ്ട്. പക്ഷേ ഒരു 3 വർഷത്തെ വളർച്ച വെച്ച് നോക്കുമ്പോൾ റംബൂട്ടാനും പുലാസനും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ റംബൂട്ടാൻ കുറച്ചും കൂടെ വലുതാകുന്നുണ്ട്. പുലാസൻ അത്രയും വലുതാകുന്നില്ല. ഇതിൻ്റെ ഇലയും കുറച്ച് ചെറുതാണ്. നമ്മുടെ പുലാസൻ നല്ലൊരു ഫ്രൂട്ടാണ്. നിങ്ങളെല്ലാവരും ധൈര്യമായിട്ട് ഈ പുലാസൻ ഫ്രൂട്ട് നിങ്ങൾ വാങ്ങി വെക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് എല്ലാവർക്കും മേടിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ്. ധൈര്യമായിട്ട് ഗാർഡനിലൊക്കെ വെക്കാം. പക്ഷേ നിങ്ങൾ ആദ്യത്തെ ഒരു വർഷം ഇതിൻ്റെ ഉണ്ടാകുമ്പം പേടുകായൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ക്ഷമ വേണം. ഇത് പിന്നീട് ബെറ്റർ ആവും എന്നുള്ളൊരു ഐഡിയ വേണം. പിന്നെ ആൺമരം വെക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ആൺമരം ഏതെങ്കിലും കൊമ്പയിൽ ഏതെങ്കിലും ബ്രാഞ്ചിൽ ആൺമരത്തിൻ്റെ ഇത് ബഡ് ചെയ്ത് വെക്കാനൊക്കെ പറ്റുന്ന സാഹചര്യം ഉള്ളവരാണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ട് കുറച്ചും കൂടെ കായ്ബലം ഉണ്ടാവും.
അപ്പോൾ അല്ലാത്തവരുടെ കാര്യം പറഞ്ഞാൽ പതുക്കെ പതുക്കെ അത് ശരിയായി വന്നോളും. എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഉണ്ടായേക്കുന്നത് അങ്ങനെയാണ്. കാരണം ഇത് ആദ്യത്തെ കൊല്ലങ്ങളിൽ ഇത്രയും ഇല്ലായിരുന്നെങ്കിൽ, അതായത് ഇത്രയും നല്ല ഫലങ്ങൾ പെടുകയല്ലാത്തത് കുറവായിരുന്നെങ്കിലും പിന്നീട് ഇപ്പോൾ ഈ വർഷമൊക്കെ ആയപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല ഫലങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു കുറച്ച് നാൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടും. ഇൻ കേസ് നിങ്ങൾ നട്ടു അത് കായ്ച്ചിട്ട് നിങ്ങൾക്ക് പേടുകായ കിട്ടുന്നെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അത് മനസ്സിലാക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.